വാറന്റി പീരീഡ് കഴിഞ്ഞ നെക്സോൺ EV പ്രൈമിന്റെ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി 6.5 ലക്ഷം രൂപയോളാവും. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ EV എടുക്കുന്ന ഒരുപാട് ആൾക്കാരുടെയും കൺസേൺ ആണ് ഈ പറഞ്ഞ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത്. അപ്പോൾ 1,60,000 കിലോമീറ്റർ വരെ കമ്പനി നമുക്ക് ബാറ്ററിക്ക് വാറന്റി പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ അത് കഴിഞ്ഞാൽ ബാറ്ററി ടോട്ടലി റീപ്ലേസ് ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് വരുമെന്ന് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും നമുക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ 1,68,000 കിലോമീറ്റർ ഓടി ഒരു നെക്സോൺ EV പ്രൈമിന്റെ ബാറ്ററി പാക്ക് കംപ്ലൈന്റ് ആയപ്പോഴത്തേക്ക് ഷോറൂമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് ഏകദേശം 6.5 ലക്ഷം രൂപയോളാവും ഈ ഒരു ബാറ്ററി പാക്ക് ടോട്ടലി റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നെക്സോൺ EV പ്രൈമിന്റെ IP67 റേറ്റിംഗ് ഉള്ള ആ ഒരു ബാറ്ററി പാക്ക് കംപ്ലൈന്റ് ആവാനുള്ള സാഹചര്യമാണ് ഏറ്റവും വലിയ കോമഡി. അതിനകത്ത് വെള്ളം കയറിയിട്ടാണ് ആ ഒരു ബാറ്ററി പാക്ക് കംപ്ലൈന്റ് ആയിട്ടുള്ളത്. അപ്പോൾ IP67 റേറ്റിംഗ് ഏതിന്റെ ബേസിലാണ് കൊടുക്കുന്നതെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ബാറ്ററി പാക്ക് കംപ്ലൈന്റ് ആയതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കസ്റ്റമർ നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇനി EV എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും ഇപ്പൊ EV ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ടൈം എടുത്തിട്ടായാലും ഇത് മൊത്തം കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു വോയിസിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നെക്സോൺ EV പ്രൈം ഓണാണ്. ഇപ്പോൾ ഓൾറെഡി 1,69,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സോ എനിക്ക് വാറണ്ടിക്ക് ശേഷം വന്നൊരു ഇഷ്യൂവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇഷ്യൂ എന്നല്ല, ആക്ച്വലി പോസ്റ്റ് വാറണ്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള അവയർനെസ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ വണ്ടി എടുത്ത സമയത്താണ് എന്നുണ്ടെങ്കിലും വണ്ടിയുടെ പോസ്റ്റ് വാറണ്ടി ടെൻഷനെ കുറിച്ച് വലിയ അവയർനെസ് ഇല്ലായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് 1,50,000 കിലോമീറ്റർ ആയപ്പോഴും 1,00,000 കിലോമീറ്റർ ആയപ്പോഴും ഒക്കെ പലർക്കും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും പ്രോപ്പറായിട്ട് റെസ്പോൺസും കിട്ടിയിട്ടില്ല. സോ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് ആരെയും നെഗറ്റീവായിട്ട് പറയാനോ ഒന്നും വേണ്ടി ചെയ്യുന്നതല്ല. അവയർനെസ് എന്നുള്ളൊരു സംഗതി മാത്രമേ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനകത്ത് ഈ പറയുന്ന പ്രത്യേകമുള്ള കാര്യങ്ങൾ, ഈ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസും അതുപോലത്തെ സംഗതികളെല്ലാം സെപ്പറേറ്റ് പറയാം. ഞാൻ ഇത് എൻ്റെ ഇഷ്യൂ എന്നുള്ള ആദ്യത്തെ ഭാഗം മാത്രമാണ് ഇത് പറയുന്നത്. ഇഷ്യൂവിൻ്റെ കാര്യം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി 1,68,000 കിലോമീറ്റർ ഓടിയ സമയത്ത് മൂകാംബിക പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നു. സോ എറണാകുളത്ത് കഴിഞ്ഞിട്ട് എറണാകുളത്തുനിന്ന് ചാർജ് ചെയ്തു. എറണാകുളത്തുനിന്ന് കൊല്ലത്തേക്ക് വരുന്ന വഴിക്ക് ഞാൻ ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ പലയിടത്തും ചാർജിങ് നടക്കുന്നുണ്ടായിരുന്നില്ല. ഗോയിസിയുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ, 2 കണ്ണുള്ള ചാർജിങ് സ്റ്റേഷൻ ചേർത്തലയ്ക്ക് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ഐസൊലേഷൻ ഫാൾട്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മളുടെ വേറെ ഒരു ഗോയിസിയുടെ ജാർവിസിൽ നിന്ന് എന്തുകൊണ്ട് അവിടെ ട്രൈ ചെയ്ത് നോക്കി. അവിടെയും ഐസൊലേഷൻ ഫാൾട്ട് എന്ന് പറഞ്ഞു, നടന്നില്ല. സിയോണിൻ്റെ ABB ചെന്ന് ചെയ്തു നോക്കി. അവിടെ ആക്ച്വലി എൻ്റെ വണ്ടി സിയോണിൻ്റെ ABB മെഷീനായിട്ട് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പായിരുന്നു. എങ്കിലും ഒന്ന് കയറി ചെയ്ത് നോക്കിയിട്ട് അവിടെയും വർക്ക് ചെയ്തില്ല. അടുത്ത ചാർജ് മോഡ് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് അവിടെ ചെയ്ത് നോക്കാൻ സാധിച്ചില്ല. പിന്നെ ആലപ്പുഴയിലുള്ള ചാർജിങ് സ്റ്റേഷനിൽ ചെന്നു. ആലപ്പുഴയിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്ക് അകത്ത് കയറിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ല ചാർജ് ചെയ്യാൻ. പിന്നെ രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 പോയിന്റ് നമ്മുടെ പ്ലഗ് പോയിന്റ് ഉണ്ടായിരുന്നു. സോ ഇൻ കേസ് ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്തില്ലെങ്കിലും സ്ലോ ചാർജിങ് കുത്തിയിട്ടെങ്കിലും ചാർജ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഭാഗ്യത്തിന് അവിടുന്ന് ചാർജായി കഴിഞ്ഞിട്ട് ഞാൻ ചാർജായി കഴിഞ്ഞ് വണ്ടി എടുത്ത സമയത്ത് വണ്ടിക്കകത്തൊരു ഹൈ വോൾട്ടേജ് എറർ കാണിക്കുന്നുണ്ടായിരുന്നു. സാധാരണ എനിക്കിതിന് മുമ്പ് ഹൈ വോൾട്ടേജ് അലേർട്ടൊക്കെ വന്നിട്ടുണ്ട്. 85,000 കിലോമീറ്ററിൽ എൻ്റെ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ലോവർ SOC വരുമ്പോൾ D2N വരുന്നു എന്നുള്ളത് കാരണം ഇഷ്യൂ പറഞ്ഞു കൊടുത്തു. അത് മാറ്റി കിട്ടി റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയത്. സോ അങ്ങനെ 85,000 ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇഷ്യൂ വന്നേക്കുന്നതെന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കലായിട്ട് കത്തി നിൽക്കുകയാണ്. ബ്ലിങ്ക് ചെയ്യുകയല്ല, കത്തി നിൽക്കുകയാണ്. അത് പോകുന്നില്ലായിരുന്നു. ബ്ലിങ്ക് ചെയ്യുകയൊന്നുമില്ല. വണ്ടി ഓടിക്കാൻ ഒരു രീതിയിലുള്ള പ്രശ്നമില്ലായിരുന്നു. സോ ഞാൻ അവിടെ ഉള്ള പെർസെൻറ്റേജ് വെച്ച് തന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചാർജ് ചെയ്തില്ല. കാരണം പല എറേഴ്സും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്ത് അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ എടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അതിൻ്റെ വീഡിയോ എടുക്കണം. സോ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. സോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചാർജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 20% കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചാർജ് ചെയ്തില്ല. കാരണം ചാർജ് ചെയ്താൽ അപ്പോൾ പോവോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചാർജ് ചെയ്തില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ഐസൊലേഷൻ ഇഷ്യൂ ഉണ്ട്, അത് EV ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്നാലേ ഒക്കത്തുള്ളൂ, ചെക്ക് ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിങ്ങനെ നേരെ ചെക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ നോർമലി നമുക്ക് പൈസ ഒന്നും അടയ്ക്കേണ്ടി വരാറില്ല. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും. പക്ഷേ ഇത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഡയഗ്നോസ്റ്റിക്സ് ചാർജസ് എന്ന് നിങ്ങൾക്ക് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് അത് ബില്ലടിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഒബ്സർവേഷൻ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് എനിക്ക് ഏതാണ്ട് 800 രൂപ എടുത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ കിട്ടിയ എമൗണ്ട് ജനറൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ അവർ എഴുതിയത്. ബട്ട് ആ എമൗണ്ട് ആ ബില്ലിനകത്ത് ഈ ഐസൊലേഷൻ ലോ ആണെന്നുള്ള കാര്യം കൂടെ അവർ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇത് 26-ാം തീയതിയാണ് എറർ വന്നത്. 1,68,827 കിലോമീറ്റർ ഉള്ളപ്പോഴാണ് ഈ എറർ വന്നത്. പിന്നെ 27-ാം തീയതിയാണ് അടുത്തുള്ള ഒരു സർവീസ് സെൻ്ററിൽ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് 29-ാം തീയതിയാണ് ഞാൻ പിന്നെ ട്രിവാൻഡ്രത്ത് ഓഫീസിൽ പോകുന്നത്. സോ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഞാൻ നോർമലി വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുന്നിടത്ത് തന്നെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി കൊടുത്തു. സോ വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് അതിലടുത്ത ദിവസം തന്നെ ടാക്സ് എഞ്ചിനീയർ വന്നെന്ന് തോന്നുന്നു. സോ അവർ 2ാമത്തെ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കയറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത
ദിവസം അവർ പറഞ്ഞു ഓക്കെ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, സോ ബാറ്ററി പാക്ക് പൂനെയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞവർ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ സൊല്യൂഷൻസിൻ്റെ കാര്യം ഞാൻ സെപ്പറേറ്റ് ഇടാം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ 21/6 ഞാനത് തിരിച്ചെടുത്തു, വണ്ടി തിരിച്ചെടുത്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി ആയിട്ടില്ല. സോ ഉള്ളത് വെച്ച് തൽക്കാലം എടുക്കുക, കാര്യം നടക്കട്ടെ ഇപ്പോൾ. സോ അതുകൊണ്ട് വണ്ടി തിരിച്ചെടുത്തപ്പോൾ എറർ ഇല്ലായിരുന്നു. പക്ഷേ എറർ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് തുറന്ന് തിരിച്ച് ഫിക്സ് ചെയ്ത സമയത്ത് മോയ്ച്ചർ കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇതേ പ്രശ്നം ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. സോ ബാറ്ററി പാക്ക് അയച്ച് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലിരിക്കുന്നത്. ഈ സൊല്യൂഷൻസിൻ്റെ കാര്യം ഞാൻ സെപ്പറേറ്റ് ഒരു ഓഡിയോ ആയിട്ടാണ്. ഓക്കെ ഞാൻ ഇഷ്യൂവിൻ്റെ കാര്യം തൊട്ട് മുമ്പത്തെ ഓഡിയോ പറഞ്ഞിരുന്നല്ലോ. ഇനി ഇഷ്യൂവിന് വന്നിട്ടുള്ള സൊല്യൂഷൻസ്, അതായത് ആദ്യമേ ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുവന്ന് ഈ വണ്ടി ബാറ്ററി പാക്ക് വെള്ളം കയറി എന്നുള്ള സിറ്റുവേഷൻ അവർ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ പാക്ക് ചെയ്യുക, ബാംഗ്ലൂരോ പൂനെക്കോ അയക്കുക, അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ കൊടുക്കണം. ഇതായിരുന്നു അവർ പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, സോ ഞാൻ ആദ്യമേ അത് ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് വേണ്ട, എന്തൊക്കെയാണ് സ്റ്റാറ്റസ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നറിഞ്ഞതിന് ശേഷം അയക്കാം എന്നുള്ള രീതിയിലായി. സോ അവരുടെ അടുത്ത് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വണ്ടിയുടെ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു. അവർ തിരിച്ച് മെയിൽ അയച്ചു, ഇൻസ്റ്റലേഷനിലാണ്, അതേപോലെ തന്നെ വെള്ളം വാട്ടർ മോയ്ച്ചർ കണ്ടന്റ് അകത്തുണ്ട് എന്ന് പറഞ്ഞ് അവരെനിക്ക് റെസ്പോൺസ് അയച്ചു. സോ ആ മെയിലിന് ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു മെയിൽ അയച്ചു. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. സോ ഇതിനകത്തുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണഗതിയിൽ മാക്സിമം നമ്മൾ നോർമലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡീലർഷിപ്പിൽ സംസാരിച്ചതിന് ശേഷം നമ്മൾ അയക്കുന്ന ഒരു മെയിൽ എന്ന് പറയുന്നത് കസ്റ്റമർ കെയറിൻ്റെ മെയിലേക്കാണ്. കസ്റ്റമർ കെയറിൻ്റെ മെയിൽ എന്ന് പറയുന്നത് ഫോർവേഡ് ചെയ്യുന്നത് തിരിച്ച് ആ ഡീലർഷിപ്പിലേക്ക് തന്നെ ആയിരിക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കൂടാതെ ചിലപ്പോൾ CSM-നും കൂടെ കോപ്പി വയ്ക്കും, അത്രമേ ഉള്ളൂ. സോ സാധാരണ ഒരാൾക്ക് CSM വരെയാണ് ആകെപ്പാടെയുള്ള ഒരു കോൺടാക്ട് പോയിന്റ്. അതായത് കേരളത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് സ്റ്റാഫ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കുറച്ച് ജില്ലയ്ക്കായിട്ട് സ്റ്റാറ്റസ് സ്റ്റാഫാണ്, അവരാണ് മാക്സിമം പോയിന്റ്. അതിനെ എസ്കലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ എത്ര ചോദിച്ചാലും എത്ര പറഞ്ഞാലും എത്ര മെയിൽ അയച്ചാലും നമുക്ക് അതിനൊന്നും ചിലപ്പോൾ റെസ്പോൺസ് കിട്ടിയെന്ന് വരത്തില്ല എസ്കലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വളരെ ഒരു പ്രശ്നമാണ്. എനിക്കത് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി 1.5 ലാഖിൻ്റെ റിവ്യൂ എഴുതിയ സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പല കൺസേൺസ് ഇതുവരെ ക്ലിയർ ആയി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ബാംഗ്ലൂരുള്ള ഒരു പുള്ളിയുടെ നമ്പർ കിട്ടിയത്. എനിക്ക് ഇവരുടെ എല്ലാവരും എനിക്ക് ആക്ച്വലി ബാങ്ക് ഗ്രൂപ്പിലൊക്കെ ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഉള്ളതുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടാൻ പ്രയാസമുള്ള സംഗതികളൊന്നുമല്ല. ഇത് സുഖമായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് എടുക്കാൻ വെക്കുന്ന സംഗതികളാണ്. ബട്ട് സ്റ്റിൽ ഞാനിത് പ്രോപ്പർ ചാനൽ തന്നെ, ഒരു സാധാരണ അങ്ങനെ കിട്ടാൻ പറ്റുന്ന ചാനലിൽ തന്നെ കിട്ടണം എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മാക്സിമം ഇതുവരെയും ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോഴെല്ലാം നേരത്തെയുള്ള കാര്യമാണെങ്കിലും. ഓക്കെ, സോ എന്തായാലും അങ്ങനെ ഒരു കോൺടാക്ട് ഉള്ളതുകൊണ്ട് പുള്ളിക്കും കൂടെ CC ഒക്കെ വെച്ചിട്ടാണ് എനിക്കിതിൻ്റെ സെക്കൻഡ് ഭാഗമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത്. സോ ആക്ച്വലി ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്ററി പാക്കിനകത്ത് വെള്ളം കയറി എന്നുള്ളത്. ഞാൻ അവരുടെ അടുത്ത് ആദ്യം അയച്ച മെയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IP67 ബാറ്ററി പാക്കിനകത്ത് എങ്ങനെയാണ് വെള്ളം കയറിയത്, ഞാൻ വെള്ളത്തിൽ കൂടെ ഒന്നും ഓടിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് IP67 പാക്കിങ്ങിന് ഒരു റേറ്റിംഗ് ഉണ്ട്. സോ ആ റേറ്റിങ്ങിന് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ ഒരു റേറ്റിംഗ് ഉണ്ട്. ആ റേറ്റിങ്ങിന് എബോവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറും, അത് നോർമലാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ വെള്ളമുള്ള സ്ഥലത്തൂടെ വെള്ളക്കെട്ടി കൂടെ ഒന്നും ഓടിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ IP67 സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കി. അപ്പോൾ സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് പറയുന്നത് 1 മീറ്റർ താഴ്ചയിൽ വെള്ളത്തിനകത്ത് 30 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാലും വെള്ളം കയറുക എന്നുള്ളതാണ് IP67 സ്റ്റാൻഡേർഡ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കയറാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ എവിടെയെങ്കിലും, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ, വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരെ എന്തായാലും ബാറ്ററി പാക്ക് വരത്തില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് ഒരു മീറ്റർ പൊക്കത്തിൽ വെള്ളം വരുവാന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല കേരളത്തിൽ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ കൂടെ ആരെങ്കിലും വണ്ടി ഓടിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ഓടിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ കാര്യമായിട്ട് മീൻസ് വെള്ളക്കെട്ടുള്ള ഏരിയസിൽ കൂടെ ഒന്നും ഓടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ 2-3 ദിവസം കൂടെ ഞാൻ വരാൻ ലേറ്റ് ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഓടിക്കേണ്ടി വന്നേനെ. കാരണം എറണാകുളത്തൊക്കെ വെള്ളം കയറിയെന്ന് പിന്നെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. പക്ഷേ എന്നെ അതൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ വെള്ളക്കെട്ടി കൂടെ ഒന്നും ഓടിക്കാതെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ കിട്ടും എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഓക്കെ, സോ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട്. എനിക്ക് വലിയ റെസ്പോൺസൊന്നും പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസൊന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വന്നേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. സോ അപ്പോൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ബ്രേക്കപ്പിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അവർ മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ അവസാനം വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യാൻ ഒരു 75 to 80 ആ റേഞ്ച് 65 to 75K വരും എന്നുള്ള രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 65 to 75K എന്നൊക്കെ അവർ റെസ്പോണ്ട് ചെയ്താലും നമുക്ക് ആക്ച്വലി ഇപ്പോൾ എനിക്ക് റെഫറൻസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തൊരു പുള്ളിക്ക് ഇൻഷുറൻസിൽ ഇത് മാറ്റേണ്ടി വന്നു. സോ ഈ ഇൻഷുറൻസ് മാറ്റേണ്ടി വന്ന സമയത്ത് പുള്ളിക്ക് വന്ന ബില്ലെന്ന് പറഞ്ഞാൽ ബാറ്ററി പാക്ക് ഒന്നുമില്ല, അടിയിൽ ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു സാധനം മാറ്റാനായിട്ട് ഉള്ള റേറ്റിൻ്റെ കാര്യമാണ്. അതിന് വേണ്ടി വന്നത് ഏതാണ്ട് 1.5 to 2 ലക്ഷത്തിൻ്റെ കോട്ട കൊടുക്കും. അതിൻ്റെ സ്പെറ്റപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 1 ലക്ഷത്തിനടുത്ത് എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ ആവും എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. പക്ഷേ മെയിലിനകത്ത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് 65 to 70 രൂപയ്ക്കകത്ത് ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ, പാക്കിങ്, ഇൻസ്പെക്ഷനും കൂടെ ആവുന്നതാണ്. ബാക്കിയുള്ളതിൻ്റെ കാര്യം അറിയത്തില്ല. സോ എല്ലാം കൂടെ എത്ര രൂപ എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അതാണ് റിപ്പയർ കോസ്റ്റിൻ്റെ കാര്യം. പിന്നെ ഉള്ളത് ഈ റിപ്പയർ ചെയ്ത ബാറ്ററി പാക്കിൻ്റെ വാറണ്ടിയുടെ കാര്യം. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവർ വെണ്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു വാറണ്ടി കാണും, പക്ഷേ ആ വാറണ്ടി എത്ര ദൈർഘ്യമുള്ളതാണ് എന്നുള്ളത് ടാക്കോയുമായിട്ട് സംസാരിച്ചേ പറയാൻ ഒക്കത്തുള്ളൂ. അതെന്തായാലും അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് ഇപ്പോഴും ആയിട്ട് വരുമ്പോൾ പറയാം. അത് സെപ്പറേറ്റ് എന്തായാലും ഇനി ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇടേണ്ടി വരും. സ്റ്റിൽ ആ സമയത്ത് പറയാം.
പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ടത് മൊത്തം ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉണ്ടാകുന്ന കോസ്റ്റ്, അതിൻ്റെ വാറണ്ടി, ഈ രണ്ട് സംഗതിയാണ്. ഓക്കെ, സോ ഈ മൊത്തം മാറ്റിക്കേണ്ടി വന്നു കഴിഞ്ഞാലുള്ള വാറണ്ടി, അതിൻ്റെ കേസസ്. ഓക്കെ, മൊത്തം ബാറ്ററി പാക്ക് മാറുമ്പോൾ 8 വർഷം അല്ലെങ്കിൽ 1.6 ലക്ഷം വണ്ടിയുടെ ബാറ്ററി പാക്ക് വാറണ്ടി എത്രയാണ് കിട്ടുന്നത്? സെയിം വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ പക്ഷേ എൻ്റെ 30 kWh ബാറ്ററിയാണ്, നെക്സോൺ EV പ്രൈം ആണ്. 30 kWh ബാറ്ററി പാക്കിൻ്റെ എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6.85 lakhs ആണ്, 6.85. ഓക്കെ, എക്സാക്ട് ഞാൻ പറയുന്നതിനകത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കാണും. എന്തായാലും 6.5 ലക്ഷത്തിന് മുകളിലാണ്. ഓക്കെ, സോ അവരത് റിട്ടേൺ ആയിട്ട് എനിക്ക് തന്നിട്ടില്ല. ഓൾറെഡി രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ആയിട്ട് അവർ അയക്കുമായിരിക്കും. എന്തായാലും അത് എമൗണ്ട് ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. സോ അതുകൊണ്ട് 6.5 ലക്ഷം വരുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് വാറണ്ടിക്കും, അതായത് ലോണർ ഈ റിപ്പയർ ചെയ്ത് കിട്ടുന്ന ബാറ്ററി പാക്കിനാണെങ്കിലും അതല്ലെങ്കിൽ ബാറ്ററിയുടെ ഫുൾ വാറണ്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കേസിലും നമുക്ക് ലോണർക്കാർ അല്ലെങ്കിൽ ഡെയിലി അലവൻസ് പറഞ്ഞ് വാറണ്ടി കിട്ടുന്നില്ല. സോ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷേ മെയിൻലി ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് അത് കഴിഞ്ഞ് അവസാനം ഞാൻ ചോദിച്ചത്, ഇപ്പം ഞാൻ ഈ ഓഡിയോ ഇടാനും മെയിൻ കാര്യം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. സോ ഇതിനകത്ത് ഒരു പോസിറ്റീവ് കാര്യം കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ലോണർ ബാറ്ററി പാക്ക് തരാൻ ഒക്കുന്ന ഒരു പ്രൊവിഷൻ അവർ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു വണ്ടി പ്രശ്നമായിട്ട് കൊണ്ടുവന്നാൽ വാറണ്ടിയിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് ബാറ്ററി പാക്ക് മാറ്റി വെക്കാനുള്ള ഒരു സംവിധാനം, അതായത് വേറൊരു ടെമ്പററി ആയിട്ടൊരു ബാറ്ററി പാക്ക് നമ്മുടെ വണ്ടി വെച്ച് അതിന് പക്ഷേ ഒരു റെൻ്റലുമാണ്. റെൻ്റൽ എത്രയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എക്കണോമിക്കലായിട്ടുള്ള ഒരു കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും അത് കിട്ടിയിട്ടേ പറയാനൊക്കെ പറ്റുള്ളൂ. ഇനി ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെയാണ് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി അതായത് ഫ്യൂച്ചറിൽ എനിക്ക് ചെയ്യാനുള്ള കാര്യം, ഇനിയും 2-3 പോയിന്റ്സിന് റിപ്ലൈ വരാനുണ്ട്. അതായത് ബാറ്ററി പാക്ക് സ്ട്രേറ്റ് ബാറ്ററി പ്ലാന്റിൽ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ ബാംഗ്ലൂരോ പൂനെയുള്ള സർവീസ് സെൻ്റർ കൊണ്ടുകൊടുക്കാം. അല്ലാതെ പ്ലാന്റിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുന്ന ഓപ്ഷൻസോ ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. പിന്നെ ബാംഗ്ലൂർ പൂനെയും ചെല്ലുമ്പോൾ ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതിനനുസരിച്ച് കുറഞ്ഞെന്ന് വരും. ഓക്കെ, ഇത്രയുമാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ പറയാനുണ്ട്. ഇതിൻ്റെ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷനും അതേപോലെ തന്നെ ഫൈനാൻഷ്യലായിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും സംഗതികൾ പറയാനുണ്ട്. സോ ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇനിയിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ, അതായത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അസസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് പറയാൻ കേട്ടോ. സോ ഞാൻ വണ്ടി എടുത്തത് 2020 ഒക്ടോബറിലാണ്. ആ സമയത്തുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 300 സംതിങ് കിലോമീറ്റർ എയർ റേഞ്ച് പറയുന്ന ഒരു വണ്ടി, പിന്നെ ബാറ്ററി പാക്ക് LFP കെമിസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. സോ LFP കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫാക്ടേഴ്സാണ് പെട്ടെന്ന് എല്ലാവർക്കും വരുന്നത്. ഒന്നെന്ന് പറയുന്നത് സേഫ്റ്റി ഇച്ചിരി കൂടുതലാണ്, കാരണം ഈ പറഞ്ഞ പോലെ എനർജി ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതേപോലെ ടെമ്പറേച്ചർ ടോളറൻസ് ഇച്ചിരി ഉള്ളതുകൊണ്ടുള്ള സേഫ്റ്റി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ലൈഫ് സൈക്കിൾ. സോ നിങ്ങൾ നെറ്റിൽ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 3000 to 10000 ഒക്കെയാണ് വരുന്നത്. സോ അത്രയും ലൈഫ് സൈക്കിൾ വരുന്ന ഒരു ബാറ്ററി പാക്ക് 10000 ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുന്ന DOD വളരെ കുറവായിരിക്കും. പക്ഷേ നോർമലി നമ്മൾ എവിടെ ചെക്ക് ചെയ്താൽ ഒരു 3000 സൈക്കിളാണ്. സോ ഈ 3000 വേണ്ട, അതിനകത്ത് 2000 സൈക്കിൾ എടുക്കും. സോ 2000 സൈക്കിൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റേഞ്ച് ഒരു 200 റേഞ്ച് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ റേഞ്ച് ചിലപ്പോൾ തുറന്നിരിക്കാം. പക്ഷേ എങ്കിലും ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്ററിനടുത്ത് വണ്ടി ഓടേണ്ടതാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 ലക്ഷം 3.25 ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴാണ് ഒരു മേജർ എക്സ്പെൻസ് ഇതിൻ്റെ പുറത്ത് വരിക. നമുക്ക് അങ്ങനെ വെച്ചിട്ടാണ് നമ്മളെല്ലാം വണ്ടി എടുക്കുന്നത്. പക്ഷേ എൻ്റെ വണ്ടിയുടെ 85,000 വണ്ടിയുടെ പണി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെയൊന്നും പോകാൻ സാധ്യതയില്ല എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ സാമ്പിൾ സൈസ് വളരെ കുറവായതുകൊണ്ടായിരിക്കാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുള്ള പല ആൾക്കാർക്കും ബാറ്ററി മാറി നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, 2 ലക്ഷമായിട്ടും ബാറ്ററി മാറിയിട്ടില്ല എന്ന് പറയുന്ന ഓണേഴ്സിനെ എനിക്കറിയാം. സോ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ആക്ച്വലി മാറേണ്ടി വന്നിട്ടുണ്ടാകത്തില്ല. അവർ പറഞ്ഞാൽ അവരുടെ ഉള്ള കാര്യമായിരിക്കും, അവർക്ക് മാറേണ്ട ആവശ്യം സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ എങ്കിലും മാറേണ്ടി വന്നിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരെ അറിയാം. ഓക്കെ, സോ അതുകൊണ്ട് അത് ഒരു പ്രശ്നമാണ്. സോ ആ ഒരു പ്രശ്നം കാരണമാണ് നമുക്ക് ഈ പറഞ്ഞ ബാറ്ററിയുടെ കാര്യത്തിൽ ഇതിലെല്ലാം കൺസേൺ എടുക്കേണ്ടി വരുന്നത്. സോ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് നമുക്ക് ബാറ്ററി പാക്ക്, ഇപ്പോൾ ഒരു പുതിയ ബാറ്ററി പാക്ക് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 6 ലക്ഷം രൂപ എന്ന് വിചാരിക്കും. ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടുമെന്ന് വിചാരിക്കും. എൻ്റെ ഇപ്പോൾ 1.6 ഇടയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ തവണ പണി വരുന്നത്. സോ അപ്പോൾ ആദ്യത്തെ തവണ സെല്ലിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാണ് മാറ്റിയത്. രണ്ടാമത്തെ ഇപ്പോൾ വെള്ളം കയറിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു. അതുവരെ മാറ്റിയിട്ടില്ല, പക്ഷേ അതിൻ്റെ പ്രശ്നമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. സോ അത് ഒരു 2 ലക്ഷം കിലോമീറ്റർ വരെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓടിയെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 6 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്ററിന് ഏതാണ്ട് 3 രൂപ വെച്ച് വരുന്നുണ്ട്. സോ 2 ലക്ഷം കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 1 കിലോമീറ്ററിന് 3 രൂപ ബാറ്ററിയുടെ എക്സ്പെൻസ് തന്നെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിച്ച അസസ്മെന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 6 ലക്ഷം രൂപ എന്ന് പറയുന്നത് 4 ലക്ഷം കിലോമീറ്ററാണ് വരുന്നത്. സോ അപ്പോൾ ഏതാണ്ട് 1 രൂപയ്ക്ക് അടുത്തൊക്കെ വരത്തുള്ളൂ ഈ പറഞ്ഞ എമൗണ്ട്. മനസ്സിലായ വ്യത്യാസം 3 രൂപ ഒറ്റയടിക്കാവും. അതിന്റെ പുറത്താണ് പിന്നെ നമ്മൾ ഫ്യൂൽ ചാർജ് അല്ലെങ്കിൽ ചാർജിങ് എക്സ്പെൻസ് ആയിട്ട് 1 രൂപയോ 1.5 രൂപയോ സംഗതികളെല്ലാം വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ രണ്ടാമത്തെ സംഗതി ഇതാണ് മെയിനായിട്ട് ഈ കോസ്റ്റിന്റെ ഇംപ്ലിക്കേഷൻ പറയുമ്പോൾ മെയിനായിട്ടും. പിന്നെ ഈ പറഞ്ഞ റിപ്പയർ ചെയ്യുന്ന കേസ്, റിപ്പയർ ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ 75,000 എന്നൊക്കെ പറയുമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ആ റേഞ്ച് വരാനാണ് സാധ്യത പ്രാക്ടിക്കലി. സോ അങ്ങനെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ എടുത്ത് കിട്ടുന്ന ബാറ്ററി വാറന്റി എത്ര വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. അതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഇനി അഥവാ അതിന് 1 ലക്ഷം രൂപ വാറന്റി കിട്ടിയാൽ പോലും
ഒരു 1,00,000 കിലോമീറ്റർ വാറണ്ടി കിട്ടിയാൽ പോലും ഈ പറയുന്ന പോലെ പെർ കിലോമീറ്റർ കോസ്റ്റ് എന്ന് പറയുന്ന 1 രൂപ വരും അതിന് ആ റിപ്പയറിന്. ഇതിനിടയ്ക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫെയിൽ ആവുന്ന ഡ്യൂറേഷനിൽ നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വേണ്ടി വരും. അതിന്റെ പുറകെ നടക്കലും അതേപോലെ തന്നെ വേറെ മീൻസ് ഉപയോഗിക്കലും. അതല്ല ബാറ്ററി പാക്ക് ഇത് റെന്റലായിട്ട് കിട്ടുകയാണ്, വലിയ എമൗണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. സോ ഇത് രണ്ടുമാണ് മേജർ എക്സ്പെൻസിന്റെ കാര്യങ്ങൾ. ഓക്കെ, എന്നാൽ ഇത് കൂടാതെ ഇനി വരുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പുറകെ നടക്കേണ്ടി വരുന്നു. ഈ ലോണ്ടർ കാർ ഇല്ലാത്തത് കൊണ്ടുള്ള എക്സ്പെൻസ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എങ്കിലും അതിനകത്തുള്ള ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ സമയം എടുക്കും ഈ സാധനം തിരിച്ചു കിട്ടാമെന്നുള്ള കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നുമില്ല. സോ അത്രയും നാളത്തേക്ക് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വരും. അതാണ് ഒരു ഫാക്ടർ. പിന്നെ പറയാൻ വന്ന കേസ് ഞാൻ ആക്ച്വലി തെറ്റിപ്പോയതാ. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി EV-യിലേക്ക് മാറുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇച്ചിരിയുടെ സിമ്പിൾ ആവുന്നു. അതേപോലെ അധികം വേറെ പണികളൊന്നുമില്ല. മോട്ടറും ഉണ്ട്, ബാറ്ററി ഉണ്ട്, അത് വെച്ചിട്ട് ഓടിക്കേണ്ടിരിക്കുന്നു, സർവീസ് കുറയുന്നു. പക്ഷേ നിങ്ങളുടെ ടാറ്റ ടോട്ടലി ടാറ്റയ്ക്കുള്ള ഒരു പ്രശ്നമായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച വണ്ടി നിങ്ങൾക്ക് സർവീസ് സെന്റർ എന്തുമാത്രം പോകേണ്ടി വരുന്നു, അതിന്റെ എത്ര ടൈംസ് നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ടി വരുന്നു ഇല്ല എന്നുള്ളത് നോക്കാം. കിലോമീറ്റർ വെച്ച് വേണം കേട്ടോ. കാരണം മുമ്പുള്ള അതിന് വർഷത്തിൽ ഒരിക്കലായിരിക്കും കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ കിലോമീറ്റർ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ അങ്ങനെ വർഷം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. കിലോമീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് നേരത്തെ എന്തുമാത്രം പോകേണ്ടി വരുന്നു, ഇപ്പോൾ എത്ര പോകേണ്ടി വരുന്നു എന്നുള്ളത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ വരും. ഓക്കെ, പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്തും പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഇത്രയും കിലോമീറ്റർ ബാറ്ററി പാക്കിന് കിട്ടും എന്നുള്ളത് വെച്ചിട്ടാണ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ പോയ ഒരവസ്ഥയായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഇതൊക്കെ പലർക്കും പല രീതിയിലാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് ജനറിക്കായിട്ട് ഇതൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് പറയാനൊക്കും. ഈ പറയുന്ന ചിലർ എടുത്ത കുറേ സർക്കംസ്റ്റൻസ് നോക്കിയിട്ടായിരിക്കും ചിലർ വണ്ടി എടുത്തിട്ടുണ്ടാവും. ആ സർക്കംസ്റ്റൻസ് ചിലപ്പോൾ ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ സിനാരിയോയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ എനിക്ക് ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു സന്തോഷ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ലോണ്ടർ ബാറ്ററി പാക്കിന്റെ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റെന്റൽ ബേസിസ് ബാറ്ററി പാക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സന്തോഷ വാർത്തയാണ്. അതുപോലെ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം മെയിനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാം. എങ്കിലും ഈ സന്തോഷമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ 85,000 കിലോമീറ്റർ എൻ്റെ ബാറ്ററി പാക്ക് മാറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ലോവർ SOC പ്ലസ് MD2 എന്നൊക്കെ വരുന്നതുകൊണ്ട് ഇഷ്യൂ പറഞ്ഞ് അത് മാറ്റി കിട്ടി. ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റി കിട്ടി. പക്ഷേ മാറ്റി കിട്ടിയത് റീഫർബിഷ്ഡ് ബാറ്ററി പാക്കാണ്. കാരണം ആ ബാറ്ററി പാക്ക് എൻ്റെ വണ്ടി വാങ്ങിച്ചതിന് വണ്ടിയുടെ നേരത്തെ ഇരുന്ന ബാറ്ററി പാക്കിൻ്റെ ഏതാണ്ട് അതേ മാസം തന്നെ അതിനടുത്തുള്ള മാസങ്ങളിൽ തന്നെ ഉണ്ടാക്കിയ ബാറ്ററി പാക്കാണ്. സോ റീഫർബിഷ്ഡ് ആണ്. പക്ഷേ ആ ബാറ്ററി പാക്ക് എന്തുമാത്രം ചാർജിങ് സൈക്കിൾസ് പോയി കയറിയിട്ടുണ്ടെന്നോ എന്തുമാത്രം ഓടിയതിന് ശേഷം ഇഷ്യൂ വന്ന ബാറ്ററി പാക്ക് ആണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അതായത് എന്ത് ഇഷ്യൂ ആയിരുന്നു എന്ന് അറിയത്തില്ല. എന്നാൽ ആ ബാറ്ററി പാക്ക് പിന്നെയും ഒരു 85,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര മീൻസ് ആക്ച്വലി DDMN ബാറ്ററി പാക്കിൻ്റെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓടി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഞാൻ അത്രയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇത് എൻ്റെ മാത്രം കേസാണ്. ഇതിൽ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനൊക്കത്തില്ല. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. നമുക്ക് ഈ EV-ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിന് വേണ്ടി വാങ്ങിക്കുന്ന സാധനമാണ്. സോ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. സോ ഓരോ ദിവസവും നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ പുറത്ത് പോകുന്നത് നമുക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബർഡൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ഡെയിലി റൂട്ടീൻ ട്രാവലിലോട്ട് മാറുന്നതുകൊണ്ടും അതുകൊണ്ടുള്ള ചേഞ്ചസ് കാരണമുള്ള എക്സ്ട്രാ പൈസ വേണ്ടി വരിക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഇഷ്യൂ ആണ്. ലോണർ ബാറ്ററി പാക്ക് വരുമ്പോൾ അതിനൊരു പരിധി വരെ ആശ്വാസം വരുമെന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത് റിപ്ലൈ ആണ്. മെയിലുള്ള റിപ്ലൈയുടെ കാര്യമാണ് ഏറ്റവും വലിയ ഇഷ്യൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ മെയിൽ അയച്ചത് ഏതാണ്ട് 29-ാം തീയതിയാണ് ഞാൻ പ്രധാന മോട്ടോഴ്സിൽ കൊടുത്തത്. 30-നോ 31-നോ അങ്ങാണ്ടാണ് ഞാൻ മെയിൽ അയച്ചത്. എനിക്ക് അതിൻ്റെ മെയിൽ കിട്ടുന്നത് മീൻസ് ആദ്യം അയച്ച മെയിലിനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിപ്ലൈ കിട്ടി. ആ 2 ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഫർമേഷൻ അവൈലബിൾ ആയിരുന്നു. എന്നിട്ടും എനിക്ക് 2 ദിവസം എടുത്തു കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ അയച്ച മെയിലിന് ഏതാണ്ട് 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടുന്നത്. കൃത്യമായിട്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ എങ്കിൽ ഏകദേശം 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടുന്നത്. സോ എൻ്റെ ബാറ്ററിയുടെ ഫർദർ പ്രൊസീഡിങ്സിൻ്റെ കാര്യം ചോദിച്ചയച്ച മെയിൽ അവർ പറയുന്നത് അവർക്ക് ഫസ്റ്റ് കേസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഡിലേ എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ 1,60,000 കഴിഞ്ഞ ഒരാളെ ഞാനല്ല ഫസ്റ്റ് 1,60,000 കഴിഞ്ഞാണ്. ഇതിന് മുമ്പ് ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്യൂ വന്നിട്ടില്ലാത്തത് നല്ല കാര്യം. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ 1,60,000 വണ്ടി റിലീസ് ചെയ്യുമ്പോൾ ഇതൊരു ഫോർമാറ്റോ സംഗതികളോ വേണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു 1.6 lakh കിലോമീറ്റർ ആരെങ്കിലും ഒരാൾ ക്രോസ് ചെയ്യുമ്പോഴെങ്കിലും ഇതിൻ്റെ ക്രോസിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കണ്ടേ. അത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അപ്പോൾ ആ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെയുള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അറിയാവുന്ന സംഗതികളാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ വീണ്ടും മെയിൽ ഇടുമ്പോൾ അതെല്ലാം റീഡയറക്ട് ചെയ്ത് ഡീലർഷിപ്പ് പോകുന്നതല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ടൊരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഓക്കെ, അത് വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഞാൻ ഇപ്പോൾ പ്രൈം അപ്ഡേറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ബാക്ക് ടു ബാക്ക് കുറേ മെയിൽ അയച്ചിട്ടും പലതിനും റെസ്പോൺസ് ഇല്ല. ഏറ്റവും അവസാനം ബാംഗ്ലൂരിൽ ഒരു പുള്ളി വിളിച്ചതിന് ശേഷമാണ് അതിനൊരു ഇമ്മീഡിയറ്റ് 2 ദിവസത്തിനുള്ളിൽ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ. അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചില പോയിന്റ്സിനകത്ത് ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പണ്ടത്തെ പ്രൈമിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യം ഇനിയിപ്പോൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അന്ന് തൊട്ടേ ചോദിക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ആ സമയത്തൊന്നും എനിക്ക് ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സംഗതി. സോ ഇതേപോലെ നമ്മളുടെ സമയം ഇഷ്ടം മീൻസ് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലറിക്കൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഉള്ള ഇൻഫർമേഷൻ തരാനായിട്ട് ഒരാഴ്ചയ്ക്ക് എടുക്കുകയെന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ച ഈ EV കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ എടുക്കുന്നതിനുള്ള പണച്ചെലവിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, സോ അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ പറയാത്തൊരു കേസുണ്ട്. പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് വെള്ളം കയറിയല്ലോ. സോ വെള്ളം കയറിയത് എന്തുകൊണ്ട് ഇൻഷുറൻസിൽ പോകുന്നില്ല എന്നുള്ളൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ ഒരു നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ വരുന്ന സമയത്ത് ഇൻഷുറൻസിൽ പോകാൻ തന്നെ വിചാരിക്കുന്നത്. പക്ഷേ ഇൻഷുറൻസിൽ പോകുമ്പോൾ ഒന്ന് നമ്മുടെ IDVയും പോളിസിയെയും ബാധിച്ചു, നോ ക്ലെയിം ബോണസ് ഒക്കെ പോകും. സോ അതൊരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IP67 റേറ്റഡ് എന്ന് പറയുന്ന സാധനം നമുക്കതിന് പകരം മാറ്റുന്ന സാധനത്തിന് ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ മാനുഫാക്ചറുടെ സംഗതിയാണ്. അത് നമ്മൾ പിന്നെ ഇൻഷുറൻസിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. സോ അതുപോലെ തന്നെയാണ് വേറെ ഇപ്പോൾ ഇഷ്ടംപോലെ നടക്കുന്ന വേറെ ഒരു സംഗതി എന്ന് പറയുന്നത് വണ്ടിയുടെ അടിയിൽ, ബാറ്ററി പാക്കിൻ്റെ അടിയിൽ സ്ക്രാച്ച് വരുന്ന ഒരു സംഗതിയാണ്. ഒരു കല്ലെറിയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റൽ തട്ടിയതോ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്കിൽ പിന്നെ വാറണ്ടി ഇല്ല എന്നാണ് പറയുന്നത്. അത് ഇൻഷുറൻസിൻ്റെ അടുത്ത് പോയേ ഒക്കത്തുള്ളൂ എന്ന് പറയും. സോ അത് ഒട്ടും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു സംഗതിയാണ്, പലർക്കും ഡൈജസ്റ്റ് ചെയ്യാത്ത സംഗതിയാണ്. എനിക്കതിനകത്ത് അത്ര വലിയ പ്രശ്നം തോന്നില്ല, എനിക്ക് വരാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. കാരണം നമ്മളുടെ റോഡിൻ്റെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ ഒക്കില്ല. പക്ഷേ എങ്കിലും കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രശ്നം ഫിസിക്കൽ ഡാമേജ് ആണ്. അതായത് വണ്ടി ഇത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണ്. സോ അതിനെക്കാട്ടി കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണ്ട സ്ഥലത്തൂടെ അല്ലെങ്കിൽ അത്രയും ക്ലിയറൻസ് ഇല്ലാത്ത സ്ഥലത്തൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തട്ടിയെന്ന് വരും. ഓക്കെ, സോ ആ തട്ടൽ വാറണ്ടി അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുമെന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുന്ന വിലക്കും ഈ ഓഫ് റോഡൊന്നും ചെയ്യാതെ തന്നെ ഈ അവസ്ഥ വരുമ്പോൾ അത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. പിന്നെ ഇൻ കേസ് അത് അവിടെ കൊണ്ടുപോയതിന് ശേഷം അഴിച്ച് തുറന്ന് നോക്കിയ ശേഷം ഇത് കാരണം അതൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഇൻഷുറൻസിലോട്ട് റീഡയറക്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ക്രാച്ച് കണ്ടു എന്നൊരൊറ്റ കാര്യം കൊണ്ട് വാറണ്ടി അപ്പാടെ ഡിനേ ചെയ്യുന്നത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഭാവിയിൽ എന്ത് ചെയ്യാനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ സ്റ്റിൽ അതൊരു അവസ്ഥയാണ്. ഓക്കെ, സോ ഇനി ഈ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവ് ഇത്ര നാൾ ഓടിച്ചതിനകത്ത് വേറെ എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ കാര്യം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാറണ്ടിയുടെ കേസിൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാറ്ററി പാക്കിന് ഇത്രയും വാറണ്ടി തരുന്നതുകൊണ്ട് മോട്ടർ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മോട്ടറിന് അതേ വാറണ്ടി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല റിപ്പയറിംഗ് ഓപ്ഷൻസ് മോട്ടറിനോ അല്ലെങ്കിൽ വേറെ ഹൈ വോൾട്ടേജ് പാർട്സിന് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ഹൈ വോൾട്ടേജ് പാർട്സിനൊക്കെ ചൈൽഡ് യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു ഗുണമുണ്ട്. ഇപ്പോൾ പണ്ട് PDU-നൊന്നും ചൈൽഡ് പാർട്സ് ഇല്ലായിരുന്നു. PDU എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ PDU മാറ്റുവാനേ ഉള്ളൂ, 1.5 ലക്ഷം രൂപയ്ക്ക് എടുത്തുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫ്യൂസ് മാത്രമായിട്ട് മാറ്റാനൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഓരോ സാധനത്തിന് ചൈൽഡ് പാർട്സ് ഒക്കെ കൂടി വരട്ടെ, അല്ലെങ്കിൽ അതിനൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ. സോ അങ്ങനെയൊക്കെ കുറേ വലിയ എമൗണ്ടിൻ്റെ സംഗതികളൊക്കെ നമ്മൾ വണ്ടിക്കകത്തുണ്ട്. അതൊന്നും പ്രശ്നം വരാതിരിക്കട്ടെ. പ്രശ്നം വരികയാണെങ്കിൽ തന്നെ പലതും വാറണ്ടി തന്നെ കവർ ചെയ്ത് പോട്ടെ എന്നൊക്കെ വിചാരിക്കാം. എൻ്റെ മുകളിലുള്ള 6 വോയിസും അവസാനത്തിന് എന്തെണ്ണം കുറച്ചുകൂടെ നീളം കൂടുതലായിരുന്നെങ്കിലും അതെല്ലാം കേട്ടവർക്കൊക്കെ നന്ദി. എൻ്റെ ഞാൻ മെയിനായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഇട്ടത്. ആർക്കെങ്കിലും ഒക്കെ ഇതിനകത്ത് സജഷൻസ് ഇത് ഇപ്പോഴും ഞാൻ 50,000 കിലോമീറ്റർ തൊട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ഞാൻ ഒരു കോൾ ഇടുന്നുണ്ട്. കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സാപ്പിലെ കോളല്ല, ഫോമിനകത്ത് ഗൂഗിൾ ഫോമിനകത്ത് ഒരു ഓപ്പൺ കോൾ ആയിട്ട് ഇടുന്നുണ്ട്. ഫോമിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് പേരോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളൊരു കോൺടാക്ട് നമ്പർ തരാനൊക്കെങ്കിൽ കോൺടാക്ട് നമ്പർ തരണം. ഓക്കെ, ഒരു കോൺടാക്ട് നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ എന്തെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അത് ഇൻഫോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എനി അതർ സജഷൻസ് ഫീഡ്ബാക്ക് എന്നുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ പേഴ്സണലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോളാണ് അല്ലെങ്കിൽ ഫോമാണ്. സോ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ടാറ്റ EV ഓണേഴ്സ്, ടാറ്റ മീൻസ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ടാറ്റ EV ഓണേഴ്സിന് എല്ലാവർക്കും ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ആർക്കാണെങ്കിലും കേരളത്തിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളുടെ വണ്ടിക്കകത്ത് എത്ര ആൾക്കാർക്ക് ബാറ്ററി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു വലിയൊരു കളക്ഷനായിട്ട് നമ്മളുടെ കയ്യിലൊന്നുമില്ല. പലർക്കും ഈ വണ്ടി നമ്പർ തരാൻ താല്പര്യം കാണത്തില്ല, ചിലർക്ക് കോൺടാക്ട് നമ്പർ തരാൻ താല്പര്യം കാണത്തില്ല. അങ്ങനെ ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ ഒക്കുന്ന എല്ലാവരും ചെയ്യുക. നമ്പർ തരാനൊക്കുന്നവർ നമ്പർ തരുക, രജിസ്റ്റർ നമ്പർ തരാനൊക്കുന്നവർ രജിസ്റ്റർ നമ്പർ, വണ്ടിയുടെ RC നമ്പർ തരിക. അങ്ങനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കോൺടാക്ട് നമ്പർ പോലും ഇല്ലാതെ എനിക്ക് ഇനി എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് ചോദിക്കാനോ നോക്കുക. സോ അതുകൊണ്ട് കഴിവതും എല്ലാവരും ഒരു കോൺടാക്ട് നമ്പറും കൂടെ വെച്ച് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു കോൺടാക്ട് നമ്പറും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക കഴിവതും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മിക്കവാറും 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് നാളിടയ്ക്ക് ആവശ്യത്തിന് ഡേറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിവതും 1 മാസത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഗ്രൂപ്പിൽ, ഈ ഓഡിയോ ഏതൊക്കെ ഗ്രൂപ്പ് വരുന്നുണ്ടോ അവിടെ എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് ആരെങ്കിലും കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുള്ള കാര്യമല്ല. പിന്നെ ഇതിനകത്ത് ഇമെയിൽ വെച്ച് ഞാൻ ലിങ്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ ID വെറുതെ എനിക്ക് കിട്ടത്തൊന്നുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും എൻ്റർ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ മെയിൽ ID കിട്ടത്തുള്ളൂ. കാരണം പലർക്കും ഈ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഫില്ല് ചെയ്യാൻ മതിയായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഒരു ഫില്ല് ചെയ്യാൻ കൺഫ്യൂഷനോ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു EV ഡ്രൈവിംഗ് ആശംസിക്കുന്നു. ഈ ഫോമിൻ്റെ റിസൾട്ട് നല്ലൊരു ഈ ഫോമിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ ബാറ്ററിക്ക് പ്രശ്നമുള്ളവർ മാത്രമല്ല, ബാറ്ററിക്ക് പ്രശ്നമില്ലാത്തവർ നിർബന്ധമായിട്ടും ഇത് ഫില്ല് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിക്ക് പ്രശ്നമുള്ളവർ മാത്രമാണ് ഫില്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എത്ര ശതമാനം ആൾക്കാർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് അറിയാനുണ്ട്. ബാറ്ററിക്ക് പ്രശ്നം ഇല്ലാത്തവരും ഫില്ല് ചെയ്യുക. നിങ്ങളുടെ RC നമ്പർ ഒന്നും തരാൻ താല്പര്യമില്ലെങ്കിൽ തരണ്ട, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരാൻ താല്പര്യമില്ലെങ്കിൽ തരണ്ട, പക്ഷേ ഫില്ല് ചെയ്യുക മാക്സിമം. ഓക്കെ, പിന്നെ ആരും ദയവ് ചെയ്ത് സ്പാം ചെയ്യരുത്. ഇത് ആക്ച്വലി വേറെ കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നും ചെയ്യുന്ന സംഗതിയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിനകത്ത് ഇരുന്ന ഒരു സംഗതിയാണ്. സോ കഴിവതും സ്പാം ഒന്നും ചെയ്യാതെ കഴിവതും EV ഓണേഴ്സ് ഒരാൾ ഒന്നിലധികം ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. ആദ്യമേ ഇട്ടതിനകത്ത് തെറ്റുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇട്ടതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻഫർമേഷനാണ് എന്നൊരു ഇൻഫർമേഷനായിട്ട് എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു EV ഡ്രൈവിംഗ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമായിട്ട് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.
ഞാൻ ഇപ്പോൾ അധികം കാര്യങ്ങൾ ഇട്ടപ്പോൾ ഞാൻ 2-3 അടുത്ത് സജഷൻസ് ഒക്കെ ചോദിച്ചിട്ടാണ് ഇത് ഇട്ടത്. ഓക്കെ, 2-3 അടുത്ത് ഒരു പുള്ളിയുടെ അടുത്ത് സജഷൻസ് ചോദിച്ചിട്ടാണ് ഇട്ടത്. പക്ഷേ ഇതിട്ടതിനകത്ത് ഒരു കാര്യം, ഒരു മേജർ കാര്യം, ഞാൻ ആദ്യമേ എഴുതി ഇട്ട വോയിസിനകത്തൊക്കെ പറഞ്ഞ ഒരു മേജർ കാര്യം വിട്ടുപോയി. ഇപ്പോൾ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വരുന്ന മെയിൻ ഒരു പോയിന്റ് ഉണ്ട്. ഈ 1.6 ലക്ഷം കിലോമീറ്റർ കൊണ്ട് നിങ്ങൾ എന്തുമാത്രം ലാഭം ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം ഇതുവരെ ആരും ചോദിച്ചില്ല. ഞാൻ കാര്യം ആക്ച്വലി വിട്ടുപോയതാണ്. സോ ഇത് 7 പോയിന്റ് ഇപ്പോൾ മൊത്തം രീതിയിൽ. സോ 8ാമത്തെ ഭാഗമായിട്ട് പൊട്ടിക്കാം. സോ 8ാമത്തെ ഭാഗമായിട്ട് ഇടുന്നുണ്ട്. സോ അതിനകത്തുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മളിതെല്ലാം ആലോചിക്കുന്നത് ഒരു കൂടിയ റേഞ്ച് വെച്ചിട്ടാണ്. ഒരു 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വണ്ടി ഓടും ഈ ബാറ്ററി പാക്ക് നിൽക്കുമെന്നുള്ളൊരു പ്രൊജക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയുടെ അസസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു 1.6 ലാഖിനകത്ത് ഞാൻ എപ്പോൾ രൂപ ലാഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കമ്പയർ ചെയ്യേണ്ടി വരുന്നത് എനിക്ക് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയുടെ മൈലേജ് ആയിട്ടാണ്. ബൈസ് ഗൈഡിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ലാഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ 2 പോയിന്റ്സാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുമായിട്ട് വരുന്ന സംഗതിയാണ്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതും കൂടെ പറയേണ്ടി വരും. അതായത് നിങ്ങൾ ഈ EV ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാണോ എടുക്കുക ആ വണ്ടിയും ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന EV ആയിട്ടുള്ള ഓൺ റോഡ് പ്രൈസിൽ എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ട്. അതൊരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര കിലോമീറ്റർ ആകുമ്പോഴാണോ ഇതിൻ്റെ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നത് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അത്രയും കിലോമീറ്റർ ആകുമ്പോൾ ഈ വണ്ടിക്ക് വരുന്ന റീസെയിലുള്ള ഡിഫറൻസ് ഓൾമോസ്റ്റ് അത്യാവശ്യം കൂടുതൽ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കാര്യമായ റീസെയിൽ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. സോ ആ റീസെയിൽ വാല്യൂ മറ്റേ വണ്ടിക്ക് ഐസ് ഈക്വലന്റിന് എത്ര റീസെയിൽ വാല്യൂ കിട്ടും. സോ ആ എമൗണ്ട് മൊത്തം കൂടെ കൂട്ടുന്നതായിരിക്കും നല്ലത്. സോ ഈ 2 എമൗണ്ടും കൂടെ കൂട്ടണം. പിന്നെ മൂന്നാമത്തെ മെയിൻ കാര്യം, നിങ്ങൾ ഈ ലാഭം കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ എത്രയാണോ നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നത് ആ മൈലേജ് വെച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ വണ്ടിക്ക് പകരം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് വണ്ടിയാണോ ആ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും എന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ അത് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനകത്തൊന്ന് റിലേറ്റ് ചെയ്യാൻ ഒക്കുന്ന സംഗതിയില്ല. ഞാൻ വണ്ടി എടുത്തപ്പോൾ നെക്സോൺ EV പ്രൈം മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കാര്യം നെക്സോൺ തന്നെ എടുത്തു. നെക്സോൺ തന്നെ എടുത്താൽ ഒരു 3-4 ലക്ഷം രൂപയുടെ അടുത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. 4 ലക്ഷം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ആ ഒരു ഫാക്ടർ തന്നെ എടുക്കാം. അതിൻ്റെ കൂടെ ഈ 1.4 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ നെക്സോൺ ഉണ്ടാകുന്ന റീസെയിൽ വാല്യൂ എത്ര കിട്ടും എന്നുള്ളത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് റീസെയിൽ വാല്യൂം കൂടെ എടുക്കാം. അതും കഴിഞ്ഞിട്ട് എനിക്ക് നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ മൈലേജ് അതേക്കാട്ടും കൂടുതൽ ഞാൻ പുതിയത് എടുക്കുന്ന വണ്ടിക്ക് കിട്ടത്തുള്ളൂ. എങ്കിലും അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 18-19 കിലോമീറ്റർ ആയിരുന്നു മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. സോ അത് ബസ്സിൽ ഒരു 5 രൂപ 6 രൂപ ആ റേഞ്ചിലോട്ട് വരും. പക്ഷേ ഞാൻ EV ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് 22-23 ഒക്കെയാണ് മൈലേജ് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വെച്ചിട്ട് നിങ്ങളൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക ലാഭമാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ഇതെല്ലാം നിങ്ങൾ ഞാൻ പലപ്പോഴും കോസ്റ്റ് സ്പെക്ടറും സംഗതികൾ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ അതിനകത്തൊന്നും പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്ക് ചിലവായിട്ടുള്ളതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോമഡിയാണ്. അത് റിലേറ്റീവ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡിഫറൻസ്. ഇപ്പോൾ 10 കിലോമീറ്റർ per ലിറ്റർ മൈലേജ് കിട്ടുന്ന ഒരാൾക്കാണെങ്കിൽ 10 കിലോമീറ്റർ ഒന്നും വളരെ തന്നെ വളരെ വലിയ ലാഭം കിട്ടും. അത് ടിയാഗോയും കൂടെ ആണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയൊരു ലാഭമൊക്കെ ഉണ്ടാക്കാൻ ഒത്തുന്നിരിക്കും. ഓക്കെ, പക്ഷേ എത്ര നാളത്തേക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കാരണം ഈ പറയുന്ന നമ്മുടെ ബാറ്ററി പാക്കിന് വളരെ വലിയ ലൈഫ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ അതിന് കുറവാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ലാഭിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്രേക്ക് ഈവൻ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇതിൻ്റെ എക്സാക്ട് നമ്പേഴ്സും ഫിഗേഴ്സും വെച്ച് ഞാൻ പറയാത്തതിന് 2 കാര്യമുണ്ട്. ഒന്ന് എനിക്ക് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കാരണം 1.4 ലക്ഷം കിലോമീറ്റർ വരെയുള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനി ഒന്നുകൂടെ കൺസോൾട്ടേറ്റ് ചെയ്യണം. അത് സമയമെടുക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് പോയിന്റ് വെച്ച് പറയുന്നത് പേഴ്സണൽ കേസാണ്. സോ അതുകൊണ്ട് അത് ബാക്കിയുള്ളവർക്ക് അധികം ബെനിഫിറ്റ് കിട്ടത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതലാണെന്ന് ആൾക്കാർക്ക് പറയാം, വളരെ കുറവാണെന്ന് ആൾക്കാർക്ക് പറയാം. സോ ഞാൻ ഈ പറഞ്ഞ അത്രയും പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നന്ദി. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ EV ഓണേഴ്സും EV എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ലായിരുന്നു. ഇവൻ നമ്മളടുത്ത് തന്നെ പല ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യാൻ എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ അന്നൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി EV എടുക്കാൻ പോകുന്ന ആൾക്കാർ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം EV എടുക്കുക. അതുപോലെ തന്നെ EV ഉപയോഗിക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.